കുറേ നാളായിട്ടുള്ള ആഗ്രഹമാട്ടാ ലോങ് റൈസാണുള്ള ഒരു ബിരിയാണി കഴിക്കണമെന്ന്. അപ്പോൾ ഏത് കടയിൽ ബിരിയാണി കഴിക്കണമെന്ന് ഉള്ള ആഗ്രഹമായിട്ട് ചെല്ലുമ്പോഴും നമുക്ക് നമ്മുടെ ജീരകശാല കൈമ റൈസ് വെച്ചിട്ടുള്ള ബിരിയാണിയാണ് കിട്ടാറ്. അപ്പോൾ അതാ ഞാനിവിടെ 2 ഗ്ലാസ് നമ്മുടെ ബസ്മതി റൈസ് ഇല്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് സബോള ചെറുതായി അരിഞ്ഞത്, അതുപോലെ ഉപ്പും ഇഞ്ചിയും വേപ്പിലയും കൂടി ഇട്ടിട്ട് കൈവച്ച് നന്നായി തിരുമ്മി കൊടുക്കുക. തിരുമ്മി ആ സബോളയുടെയും ഇഞ്ചിയുടെയും വേപ്പിലേൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരും. പച്ചമുളക് കൂടി ഉണ്ടെങ്കിൽ പച്ചമുളക് കൂടി ഇട്ടിട്ട് തിരുമ്മി കൊടുക്കുക. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് ഇട്ട് തിരുമ്മി കഴിഞ്ഞാൽ കൈ നന്നായി പുകയും കേട്ടോ. അത് കാരണം പിന്നെ ആ പുകച്ചിൽ മാറാൻ കുറേ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അതിന് വല്ല ടിപ്സ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. ഇനി ലാസ്റ്റാണ് ഞാൻ ഒരു പച്ചമുളക് അരിഞ്ഞ് ചേർക്കുന്നുള്ളൂ കേട്ടോ. എരിവ് അധികം ആക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ നല്ല കട്ട തൈര്, അധികം പുളിയില്ലാത്ത കട്ട തൈരായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങുന്നതാണ്. അത് കാരണം നല്ല രുചിയുള്ള തൈരാണ്. പിന്നെ ഇത് വാങ്ങിച്ചുകൊണ്ട് തന്നെ അന്ന് തന്നെ ഇവിടെ കെട്ടിയവനും മക്കളെല്ലാവരും കൂടിയിട്ട് ഓരോ ഗ്ലാസ്സിൽ കുറച്ച് തൈര് എടുത്തിട്ട് അതിൽ പഞ്ചസാര ഇട്ട് വെറുതെ കോരി കഴിക്കും. എനിക്കങ്ങനെ ലസ്സിയൊന്നും ഭയങ്കര ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയുള്ള കാരണം അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ട സർലാസ് നമ്മൾ ആദ്യമേ തന്നെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ സർലാസ് എന്നാട്ടോ പറയാം. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ തരമാണ്. ചിലർ ഇതിനെ വേറെ പേരിലൊക്കെ പറയുന്നത് കേൾക്കാനുണ്ട് കേട്ടോ. ഇനിയപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ മൂടി വെച്ച് നമുക്കവിടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ലാസ്റ്റേ ആവശ്യമുള്ളൂ. ഇനി ഒരു കുക്കറെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കഷ്ണം ഡാൽഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ആരും തെറ്റിദ്ധരിക്കേണ്ട, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാണ് ഡാൽഡ കട്ട പിടിച്ച കാരണമാണ് അതിന് ഒരു കത്തി വെച്ച് മുറിച്ച് ഒരു കഷ്ണമായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നമ്മൾ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ അളവ്, നെയ്യിൻ്റെയും ബട്ടറിൻ്റെ ഒക്കെ അളവ് ഇപ്പോൾ ഞാൻ 1 സ്പൂൺ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊന്നും വാടി വരുമ്പോൾ നമുക്ക് സബോള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ബിരിയാണിയുടെ ഏറ്റവും മേളിലെ ഡെക്കറേഷന് വേണ്ടി ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് സബോള മുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലരിയാം. ഇങ്ങനെ വാട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്ന പോലെ തോന്നും കേട്ടോ. അതാട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സബോളയൊക്കെ നന്നായി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി അതേ പാത്രത്തിൽ തന്നെ നമ്മൾ സബോള വെട്ടില്ല, അതേ പാത്രത്തിൽ തന്നെ. അപ്പോൾ എണ്ണ കുറവായ കാരണം വീണ്ടും ഞാൻ ഒരു കഷ്ണം ഡാൽഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡാൽഡയോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർക്കാം. നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊന്ന് മാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മുന്തിരിയൊക്കെ നന്നായി ഒന്ന് വീർത്ത് വരണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുന്തിരിക്കൂട്ടനൊക്കെ നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ഇവനെ നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. വീണ്ടും അതേ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതേപോലെ തന്നെ ബേ ലീഫ്, കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അധികം മുരിയേണ്ട ആവശ്യമില്ല, കാരണം അത് അധികം മുരിഞ്ഞ് കഴിഞ്ഞാൽ സ്മെല്ലാകെ മാറി ഒരു ബാഡ് സ്മെല്ലാവും കേട്ടോ. അപ്പോൾ ഒന്ന് അതിൻ്റെ ലൈറ്റ് സ്മെല്ല് മാറാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഒരു കഷ്ണം പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുട്ടികൾക്കും കൂടി വേണ്ട കാരണം ഞാൻ മുളകൊക്കെ കുറച്ചാട്ടോ ഉപയോഗിക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് ഞാനിവിടെ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ കറക്റ്റ് എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് 1/2 ഗ്ലാസ് പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പശുവിൻ പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മൾ കുതിർത്താൻ വെച്ച അരിയില്ലേ, അത് വെള്ളമൊക്കെ മാറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അരിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഉപ്പിൻ്റെ രുചി വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഉപ്പൊക്കെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളൊരു
അരടപ്പ് പൈനാപ്പിൾ എസൻസ് ഇല്ലേ അതും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു മൂടിയൊക്കെ വെച്ച് നമുക്കിതിനെ ഏറ്റവും തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആരും വേഗത്തിലാവട്ടെ എന്ന് കരുതി കുക്കറിൻ്റെ മൂടി വെച്ച് ഒരു വിസിൽ വരെ ഒന്നും ആക്കരുതേ. അപ്പോൾ നമ്മുടെ ബിരിയാണി എന്നുള്ളത് ബിരിയാണി ഉപ്പുമാവായിട്ട് മാറും കേട്ടോ. അപ്പോൾ അതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് പാത്രം തുറന്ന് നോക്കിയിട്ടുണ്ട്. അങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെയാവും നമ്മൾ കുതിർത്ത കാരണം കേട്ടോ, അരി കുതിർത്ത കാരണം. അപ്പോൾ ഇനി കുറച്ചും കൂടി വെള്ളം വറ്റി വരാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇതാ മൂടി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതേ അരിയൊക്കെ നന്നായി വെന്ത് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആ സൈഡിലൊക്കെ നല്ല സൈഡ് ഭാഗമില്ലേ അരിയുടെ ആ സൈഡിലൊക്കെ നമുക്ക് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. ഈ നെക്സ്റ്റ് പരിപാടി ഇതാ ഞാൻ കുറച്ച് ചെമ്മീൻ നന്നാക്കി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഗരം മസാലപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിതിനെ ഒരു 10-15 മിനിറ്റ് മിക്സാക്കി വെക്കാം. അപ്പം മുളക് പൊടി ഇതാ കുറവ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവ് അധികം വേണ്ടാന്ന് വെച്ചിട്ടാണ്. നന്നായി കുഴച്ച് അവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഓയിലാട്ടോ ഒഴിച്ച് കൊടുത്തേക്കണേ. അതിലേക്ക് ഇതേ നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ഓവർ ഫ്രൈ ആക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് കടിക്കാൻ കുറച്ച് പാടായിരിക്കും. ലൈറ്റായിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ചെമ്മീൻ കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 2-3 സബോള എരിഞ്ഞത്, പിന്നെ കുറച്ച് പച്ചമുളക് എരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ സബോള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ചെമ്മീൻ ബിരിയാണി കേട്ടോ. ചെമ്മീൻ ബിരിയാണി കടയിൽ നിന്നൊക്കെ കഴിച്ചിട്ട് ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് വീട്ടിലുണ്ടാക്കി ഒരു പ്രാവശ്യം ഇങ്ങനെ കഴിച്ചിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടാ. അപ്പോൾ അതേ നമ്മുടെ സബോള വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാവരും കൂടി മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആ മഞ്ഞളുടെയും മല്ലിയുടെ ഒരു റോസ് സ്മെല്ലൊന്ന് മാറി കിട്ടണം. അതേപോലെ തന്നെ നമ്മുടെ സബോള നന്നായി വാടി വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലാണ് നമ്മുടെ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം കുറച്ച് ഗരം മസാല. ഇനി കുറച്ച് നമുക്ക് മല്ലിയില കട്ട് ചെയ്തും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അധികം പുളിയില്ലാത്ത തൈരാട്ടോ. അപ്പോൾ പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളി കൂടാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ തൈര് ഒഴിക്കുമ്പോൾ. ഇതേ നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് കിട്ടണം. അപ്പം അതിനൊരു 5 സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന് സെറ്റാക്കാം. അപ്പോൾ അത് ഞാൻ കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നല്ല പ്രത്യേക സ്മെല്ലായിരിക്കും കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തുകൊണ്ട് അടച്ച് വെച്ചിട്ട് തക്കാളിയൊക്കെ വേവുന്നത് വരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അത്ര മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, നല്ല രുചിയാണ്. അപ്പം അത്ര ഉറപ്പുള്ളതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റോസ്റ്റാക്കി വെച്ച ചെമ്മീനില്ലേ അതിട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ആ മസാല ചെമ്മീനിലേക്ക് പിടിക്കാൻ വേണ്ടി ഒരു 3-4 മിനിറ്റ് കൂടി നമുക്കിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പാത്രം ഒക്കെ തുറന്നു. നമ്മുടെ നല്ല സ്മെല്ല് നെയ്യൊക്കെ ഒഴിച്ച് കാരണം നല്ലൊരു അടിപൊളി സ്മെല്ലാട്ടാണ് വരുന്നത്.
അപ്പോൾ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ദമ്മിടൽ തുടങ്ങാം. അപ്പോൾ അതേ നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ആദ്യം ഫസ്റ്റത്തെ ലെയറായിട്ട് നമ്മൾ ചെമ്മീനില്ലേ അതിട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. ഇനിതാ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇല്ലേ അത് വിതറി കൊടുക്കുക. അതേപോലെ തന്നെ മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ റോസ്റ്റാക്കി വെച്ച സബോള ഇല്ലേ അതും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ചോറിട്ട് കൊടുക്കാം. അപ്പം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എസൻസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ റൈസ് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിങ്ങനെ ദമ്മിടാൻ തുടങ്ങിയാൽ മതി. അപ്പം ഞാൻ നോക്കുമ്പോൾ കുറച്ചും കൂടി ചോറ് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ചെയ്തില്ലേ അതേപോലെ തന്നെ മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഗരം മസാലയും നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തില്ലേ അതേ സെയിം പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ചെമ്മീനൊന്നും വെച്ച് കൊടുക്കുന്നില്ല. പിന്നെ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും അതുപോലെ സബോള വാട്ടി ഇതെല്ലാനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കാം. വേണമെങ്കിൽ ആ ലെയർ ഫസ്റ്റത്തെ ലെയർ ഇട്ടില്ലേ അപ്പോൾ വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാമായിരുന്നു കേട്ടോ. ഞാനത് ചെയ്തില്ലേ. ഞാൻ ഏറ്റവും ലാസ്റ്റാണ് നെയ്യാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ദമ്മിടുമ്പോൾ ആ നെയ്യൊക്കെ അടിയിലേക്കൊക്കെ ഇറങ്ങിച്ചല്ലോ കേട്ടോ. ഇനി ഇതിനെ നമുക്ക് മൂടി വയ്ക്കാം. എന്താ ദോശക്കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായപ്പോൾ നമ്മുടെ ബിരിയാണിനെ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെയിറ്റിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതേപോലെ ഒരു കുഞ്ഞ് ഉരലില്ലേ അതാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനിടയിൽ ഇതാ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു യെല്ലോ ഷെയ്ഡിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ലെയർ ചെയ്യുമ്പോൾ ഞാനത് കുഞ്ഞാറ്റ വാശി പിടിച്ച കാരണം വേഗം തിരക്കിട്ട് ചെയ്യുമ്പോൾ ഞാൻ മറന്നുപോയി. അതാണ് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് അത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അതാ ഈ ഗ്യാപ്പിലൊക്കെ കുറച്ചേശായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേറെ കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ശരിക്കും കളർ ചേർത്ത മാതിരി എണ്ണ ഉണ്ടായിരിക്കും ഇത്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതാ മൂടി വെച്ചിട്ട് നമുക്ക് ഇതിനൊരു 10-15 മിനിറ്റ് ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ തീ കുറച്ച് വയ്ക്കാം കേട്ടോ. ഏറ്റവും കുറവിൽ തീ വയ്ക്കുക. കളറൊക്കെ കണ്ട ശരിക്കും ആ സൈഡിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെയില്ലേ ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതേ കുറച്ച് നേരത്തിന് ശേഷം ഞാൻ നമ്മുടെ ബിരിയാണി കഴിക്കാൻ എടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റിന് ശേഷം ഇട്ടാൽ. അപ്പോൾ സൈഡായിട്ട് ഇതാ നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഡേറ്റ്സും ലെമണും വെച്ചിട്ടുള്ള അച്ചാറും പിന്നെ ദേ നമ്മുടെ ബിരിയാണിയും ഉണ്ട്. നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ച സർലാസിൽ അതുണ്ട്. അപ്പോൾ ഒരു 2 ഗ്ലാസ് അരി സത്യം പറഞ്ഞാൽ ഒരു നേരത്തേക്ക് 3 ആൾക്കേ കഴിക്കാനുള്ളൂ. അപ്പോൾ നന്നായി കഴിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗ്ലാസ് അരി ഒരു നേരത്തേക്ക് 2 ആൾക്കേ കഴിക്കാനുള്ളൂ കേട്ടോ. നല്ല സ്മെല്ലാണ്. എൻ്റെ വായിൽ ഇത് ഇങ്ങനെ വിളമ്പുമ്പോഴേ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയാലും സ്വയം പൊക്കുന്നതൊന്നല്ല കേട്ടോ. അപ്പം
അത്ര ഗ്യാരണ്ടി തന്നിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അതാണ് നിങ്ങളുടെ അടുത്ത് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കുക കേട്ടോ. അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫീഡ്ബാക്ക് അറിയിക്കുക. അച്ചാറും സലാഡും നമ്മുടെ മീനിൻ്റെ ഗ്രേവി കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ മിക്കവർക്കും അതിൻ്റെ ഫ്ലേവറൊന്നും ഇഷ്ടപ്പെടില്ല. ഇത് ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നുണ്ടെങ്കിൽ അത്രയ്ക്കും രുചിയുള്ളതാണ് കേട്ടോ.